കൂമ്പൻപാറയിൽ മണ്ണിടിച്ചിലിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള സന്ധ്യയുടെ ഇടതുകാൽ മുറിച്ചുമാറ്റിയെന്ന് വേദനിപ്പിക്കുന്ന വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കട്ടെ. രക്തയോട്ടം പുനഃസ്ഥാപിച്ചെങ്കിലും മസിലുകൾ ചതഞ്ഞറിഞ്ഞതിനാലാണ് കാല് മുറിച്ചു മാറ്റേണ്ടി വന്നത്. സങ്കടകരമായ അവസ്ഥയാണെന്ന് സന്ധ്യയുടെ സഹോദരൻ സന്ദീപ് പറയുന്നു. അധികൃതരുടെ ശ്രദ്ധ പതിയേണ്ട വിഷയമാണെന്നും സന്ദീപ് പറയുന്നുണ്ട്. ബിജുവിന്റെ മരണവിവരം ഇതുവരെ സന്ധ്യ അറിയിച്ചിട്ടില്ല. ഈ ചാടിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതില് അതായത് എന്റെ സഹോദരിയുടെ നമ്മള് കാര്യങ്ങൾ ചോദിച്ച് അവളോട് പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അവൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ചേട്ടൻ എന്ത് കാര്യത്തിനും കൂടുതൽ കൂടെ ഉണ്ടെന്നുള്ളൊരു ധാരണയിലാണ് ഇതിനൊക്കെ സമ്മതിച്ചേക്കണമെന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ. കാര്യം എന്ന് വെച്ചാല് ഇങ്ങനൊരു കാര്യം ചേട്ടൻ അവിടെ ഇല്ലാന്ന് അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ ശരിക്കും അവളോട് ഇതുവരെ ഞങ്ങൾ ആരും തന്നെ സംസാരിച്ചിട്ടില്ല. അപ്പോ അതുകൊണ്ടാണ് സംഭവിച്ചതാണ്. എനിക്ക് ചേട്ടൻ എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു സപ്പോർട്ടിലാണ് ഈ കാലിന്റെ കേസ് വന്നപ്പോഴാണെങ്കിലും ശരിക്കും അവിടെ സംഭവിച്ചതാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പൊ അതായത് ചേട്ടന്റെ കാര്യം ബിജുവിന്റെ കാര്യം. അപ്പൊ ഞാൻ പറയാം അവിടെ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞാണ് സമാധാനിക്കുന്നത്. അപ്പൊ എന്നോട് ചോദിക്കുന്നത് വെച്ചാൽ ഒന്ന് ഫോൺ കൊടുക്കാമോ അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാമോ? അപ്പൊ ഞാൻ പറയും ICUവിന്റെ അകത്ത് ഫോൺ അലൗഡ് അല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആണ് പോരുന്നത്. എന്നൊക്കെ കുറെ നേരം സംസാരിച്ചു. അപ്പൊ എന്നോട് ഈ കയറി കണ്ടു കഴിയുമ്പോൾ എന്ന് വെച്ചാല് പല രീതിയിലാണ് ചോദിക്കുന്നത്. എവിടെയാണ് എന്താണ് പറ്റിയിരിക്കുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി മറിച്ചൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഇതുവരെയും ബിജുവിൻ്റെ മരണം അറിയിച്ചിട്ടില്ല സന്ധ്യ എന്നുള്ളതാണ് വളരെ സങ്കടകരമായൊരു കാര്യമാണ്. അറിയുമ്പോൾ എന്തായിരിക്കും ആലോചിക്കുക. കാലും മുറിച്ച് മാറ്റേണ്ടി വരുന്നൊരവസ്ഥ. ലെബി സജിതനും രാഹുൽ സുരേഷും നമുക്കൊപ്പമുണ്ട്. ലെബി ഗുഡ് മോർണിംഗ്. ലെബി ഗുഡ് മോർണിംഗ്. രാഹുൽ ആദ്യം ലെബിയിലേക്ക്. ലെബി, സന്ധ്യയുടെ കാല് മുറിച്ചു മാറ്റിയ വിവരം മകളെ അറിയിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മുറിച്ചു മാറ്റേണ്ടി വന്നു, മറ്റൊരു വഴിയുമില്ലായിരുന്നു എന്നാണ്. പക്ഷേ അതിലും സങ്കടകരമായ കാര്യം സന്ധ്യ ഇനിയും അറിഞ്ഞിട്ടില്ല ബിജുവിൻ്റെ മരണം, അല്ലേ ലെബി? തീർച്ചയായും ഡോക്ടർ അരുൺ, ഇതുവരെ സന്ധ്യയെ അറിയിച്ചിട്ടില്ല. സന്ധ്യയുടെ കാൽ മുറിച്ചു മാറ്റാനുള്ള അനുവാദം ചോദിക്കുമ്പോഴും ഇത് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി. കാരണം ഇനി കാൽ മുറിച്ചു മാറ്റാത്ത അവസ്ഥ വന്നാൽ രക്തയോട്ടം പുനഃസ്ഥാപിച്ചെങ്കിലും പൂർണ്ണമായും മസിലുകൾ ചതഞ്ഞ അരഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ട് കാലുകൾ പ്രവർത്തനക്ഷമമാക്കാനുള്ള എല്ലാ സാധ്യമായ കാര്യങ്ങളും ശ്രമിച്ചതാണ്. പക്ഷെ നടക്കാതെ വന്നപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനത്തെ അത് ബാധിക്കുമെന്ന ഘട്ടത്തിലാണ് രാജഗിരി ആശുപത്രിയിൽ ഇത്തരത്തിൽ ഇടതുകാലിൻ്റെ മുട്ടിന് താഴേക്ക് മുറിച്ചു മാറ്റിയിരിക്കുന്നത്. അന്ന് തന്നെ അത് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞതാണ്. ഒരു പരിശ്രമം മാത്രമാണ് അവർ നടത്തുന്നത്. എല്ലാ സാധ്യമായ ശ്രമങ്ങളും നടത്തി കഴിഞ്ഞു. പക്ഷേ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന ഘട്ടത്തിൽ അത് മുറിച്ചു മാറ്റേണ്ടി വന്നു. പക്ഷേ ഇത് സന്ധ്യയെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയത് സന്ദീപാണ്. സന്ദീപ് ഇത് പറഞ്ഞു മനസ്സിലാക്കുമ്പോഴും സന്ദീപിനോട് ബിജുവിൻ്റെ കാര്യമാണ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന കാര്യം മാത്രമാണ്, ഒട്ടും ഗൗരവമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സന്ധ്യ തിരിച്ചു വരുമ്പോൾ, അതുകൊണ്ടാണ് സന്ധ്യ കാൽ മുറിച്ചു മാറ്റാൻ സമ്മതിച്ചിരിക്കുന്നതും. കാര്യം വീട്ടിൽ ആശ്രയമായി ബിജു ഉണ്ട്. അപ്പോൾ തിരിച്ചു ചെന്നാലും കുടുംബത്തെ തന്നെയും മകളെയും ചേർത്ത് പിടിക്കാൻ ബിജു ഉണ്ടെന്നാണ് ധരിച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം അറിയുമ്പോഴുള്ള അവസ്ഥ അചിന്ത്യം തന്നെയാണ് ഡോക്ടർ അരുൺ. തീർച്ചയായിട്ടും ലെബി, അത് ഓർമ്മിക്കാൻ പോലും പറ്റുന്നില്ല അതെങ്ങനെയാണ് സന്ധ്യ ഉൾക്കൊള്ളുക എന്നുള്ളത്. പക്ഷേ ഉൾക്കൊണ്ടേ മതിയാകും ചില യാഥാർത്ഥ്യങ്ങളല്ലേ.